ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നീയുടെ അച്ഛനാണ്. നീയുടെ അച്ഛൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇപ്പോഴുള്ള ലേഡിയും അവരുടെ മകളും കൂടി വരും. അവർ ഒരുപാട് സാധനങ്ങൾ മേടിച്ചതൊക്കെ നീയുടെ അച്ഛൻ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ലേഡി പറയും, ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ മേടിച്ച് പൈസ ചിലവാക്കിയെന്ന് വിചാരിക്കേണ്ട, ഇതെല്ലാം നിയാങ്ങിൻ്റെ പുതിയ ജോലിയിൽ കിട്ടിയ പൈസ കൊണ്ട് മേടിച്ചതാണെന്നൊക്കെ പറയും. എന്നിട്ട് അയാൾക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടാവും. അയാളപ്പോൾ ഈ മാസം തന്ന പൈസയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി അടുത്ത മാസത്തേക്കുള്ള പൈസ തരാമെന്നൊക്കെ പറയും. പിന്നീട് നീയാണ് കാണിക്കുന്നത്, അവളുടെ ഓഫീസിലെത്തിയിട്ടുണ്ടാവും. ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കും. പിന്നീട് അവിടെയുള്ള ജോലിക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ടാവും. കഫറ്റീരിയ തുടങ്ങാനുള്ള ഫണ്ടിനെ കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇനി എങ്ങാനും ഫണ്ട് കൂടുതലായി കഴിഞ്ഞാൽ ലിൻ ഈ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെക്കുമെന്നൊക്കെ അവളുടെ കൂടെയുള്ള ആളുകൾ അവളടുത്ത് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, ലിൻ എന്തായാലും ഈ പ്രൊജക്റ്റ് വേണ്ടാന്ന് വെക്കില്ല. ലിന്നിൻ്റെ അടുത്ത് നിറയെ പൈസ ഉണ്ട്, ഒരുപാട് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ അവൾ പറയും. എന്നിട്ട് ഇതെല്ലാം നേരെ ലിന്നിൻ്റെ അടുത്ത് വന്നും പറഞ്ഞിട്ടുണ്ടാവും. ലിൻ ഇതൊക്കെ കേട്ടിട്ട് എക്സ്പോർട്ട് ഇമ്പോർട്ടോ ഞാനതൊക്കെ എപ്പോഴാണ് ചെയ്തതെന്ന് അവളടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാനതൊക്കെ ഒന്ന് വെറുതെ തട്ടിവിട്ടതല്ലേ എന്ന്. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് പറയും, എനിക്ക് കഫറ്റീരിയ തുടങ്ങാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന്. അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണം വേണം. പിന്നെ എനിക്ക് ഒരുപാട് ബുക്സും വേണമെന്നൊക്കെ. അപ്പോൾ അവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് എല്ലാം വിളിച്ച് പറയുമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് നിർബന്ധിച്ച് വിളിച്ച് പറയിപ്പിക്കും. എന്നിട്ടാണ് അവൾ അവിടെ നിന്ന് പോവുക. ലിന്നിന് പിന്നീട് ഒരു മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാണ്ടാവും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ലിൻ രാത്രി നീയും കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോവും. അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് പഠിക്കാൻ ആവശ്യമായ കുറച്ച് ബുക്സൊക്കെ അവൻ്റെ വീട്ടിലുണ്ട്, അത് കാണിച്ചു കൊടുക്കാനായിരിക്കും കൊണ്ടുപോയിട്ടുണ്ടാവുക. അങ്ങനെ ആ ബുക്സൊക്കെ എടുത്ത് അവൾ വായിച്ച് നോക്കുമ്പോൾ അവൻ, എന്നാൽ നിനക്ക് ഞാൻ കുറച്ച് ഫുഡ് എടുത്തിട്ട് വരാമെന്ന് പറയും. അപ്പോൾ അവൾ, ഇപ്പോൾ തന്നെ ഞാൻ വണ്ണം വെച്ചു, ഇനി ഫുഡൊന്നും വേണ്ടാന്ന് പറയുമ്പോൾ, അതൊന്നും പറഞ്ഞു പറ്റില്ല, നീയോ വണ്ണമൊന്നും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുക, അവിടെ ഒരു കപ്പിൽ കുറച്ച് സോയാബീൻ ഇരിക്കണത്. ഇതെന്തിനാണ് ഇവിടെ വെച്ചിറക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അവൾ അത് പോയി എടുക്കുമ്പോൾ അവൻ അതെന്തിനാണെന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് അവൻ എക്സസൈസ് ചെയ്യാനാണെന്നൊക്കെ പറയും. അവൻ എക്സസൈസ് ചെയ്യണതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവൾ ഓർക്കുക, അവൻ എപ്പോഴും ഓഫീസിലിരുന്നിട്ട് ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ. എന്നിട്ട് അവൻ വിഷമിച്ചിട്ട് അവൻ്റെ വലത്തെ കൈ പിടിച്ച് നോക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവൾക്കും വിഷമം വരും. എന്നിട്ട് അവൾ വേദന ഇപ്പോഴും എടുക്കണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ കൈ പോയി പിടിക്കും. അപ്പോൾ അവനത് വല്ലാത്ത ഫീലാവും. അവൾ വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ വേദന ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല മുൻപ് എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈ പിടിക്കാൻ ട്രൈ ചെയ്യും. പക്ഷേ അപ്പോഴേക്കും അവൾ ആ കൈ എടുക്കും. എന്നിട്ട് അവൾ ആ ബുക്സൊക്കെ എടുത്തിട്ട്, എന്നാൽ നമുക്ക് ഇവിടുന്ന് പോയാലോ എന്ന് ചോദിക്കും. അവൾക്ക് ആകെപ്പാടെ ഒരു നാണം വന്നിട്ടുണ്ടാവും. നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് അവൾ അവൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഇപ്പോഴല്ല നീ വണ്ണം വയ്ക്കുമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അതൊന്നും ഇനി കുഴപ്പമില്ല എന്ന് അവൾ പറയും. എന്നിട്ട് അവൻ ബുക്കൊക്കെ എടുക്കാൻ പോകുമ്പോൾ, ഞാൻ ബുക്കൊക്കെ എടുക്കുക, കൈ വേദനിച്ചാലെന്ന് ചോദിക്കുമ്പോൾ, അന്ന് നീ ബാൽക്കണിയിൽ നിന്ന് വീണപ്പോൾ ഞാനല്ലേ നിന്നെ പിടിച്ചെന്ന് അവൻ ചോദിക്കും. നീ അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കും. പിന്നീട് നീ അവരുടെ കഫറ്റീരിയയുടെ വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും, ഒരുപാട് ബുക്കൊക്കെ റെഫർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേരെയൊക്കെ കണ്ട് അവളുടെ ജോലി നേരെ ചെയ്തുകൊണ്ടിരിക്കും. അവൾ ഫുൾ ടൈം ബിസി ആയിരിക്കും. പിന്നീട് ഒരു ദിവസം അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരിക, നാളെ നമുക്ക് ഡിന്നറിന് പോയാലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവളും ഓക്കെ എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കും. അതിൽ നിന്നായിരിക്കും അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ തന്നെ അവൾക്കൊരു കോളും വരും. അത് അവളുടെ അച്ഛനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് ചോദിക്കും, നാളെ നമുക്ക് ഈവനിങ് മീറ്റ് ചെയ്താലോ, ഡിന്നറിന് നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാം, നീ വീട്ടിലേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവൾ പറയും, പറ്റില്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ പോകണമെന്ന്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അപ്പോൾ ആരാന്ന് അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ അവൾ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് തന്നെ, അല്ലാതെ ആരാന്ന് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയും. കാരണം അവളുടെ അച്ഛൻ മുന്നേ തന്നെ ലിനിൻ്റെ ബയോഡേറ്റൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ലിനിനെ കുറിച്ചുള്ള വിവരങ്ങളും നീ അവൻ്റെ കൂടെ ഡേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ആയിരിക്കും നീയുടെ അച്ഛൻ അവളെ വിളിക്കണതും. എന്നിട്ട് അവളുടെ അച്ഛൻ എന്തായാലും നാളെ മീറ്റ് ചെയ്യണം, നാളെ എന്നാൽ ലഞ്ചിന് മീറ്റ് ചെയ്യാമെന്ന് അവളുടെ അടുത്ത് പറയും. നീ അടുത്ത ദിവസം അവളുടെ റൂമിലിരിക്കുമ്പോൾ ഡിന്നറിന് പോകേണ്ട കാര്യമൊക്കെ ആലോചിക്കും. പിന്നെ അവളുടെ അച്ഛൻ അവളെ ലഞ്ചിന് വിളിച്ച കാര്യം ആലോചിക്കും. എന്നിട്ട് അവൾ നേരെ അവളുടെ അച്ഛൻ്റെ കൂടെ ലഞ്ചിന് പോകും. അവിടെ ചെല്ലുമ്പോൾ ആദ്യം തന്നെ അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് ചോദിക്കുക, നീ എന്തിനാ ലിന്നിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യണ്, അത് നമുക്ക് വേണ്ട, ആ ജോലി നീ കളഞ്ഞേക്കുന്നതായിരിക്കും. അവളത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അയാളൊന്നും പറയില്ല. ആ സമയത്ത് അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും. അപ്പോൾ വേഗം അവളുടെ അച്ഛൻ ആ ഫോൺ തട്ടിപ്പറിച്ച് എടുത്ത് നോക്കും. അത് ഡിന്നറിന് വരാൻ വേണ്ടി ലിൻ മെസ്സേജ് അയച്ചതായിരിക്കും. അത് കാണുമ്പോൾ, ഇതാണോ നിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് നീയുടെ അച്ഛൻ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും. ഇവൻ വെറുതെ നിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിൻ്റെ പിന്നാലെ നടക്കണമെന്നൊക്കെ പറയും. അപ്പോൾ അവൾ, ലിന്നിന് എന്തിനാ എൻ്റെ പൈസ, അവൻ ഒരുപാട് പൈസക്കാരനാണ്, പോരാത്തതിന് ലിൻ ഒരു സർജനാണെന്ന് നീ പറയും. അപ്പോൾ നീയുടെ അച്ഛൻ പറയും, അതിലൊന്നും കാര്യമില്ല, അവൻ്റെ പേരിൽ ഒരു സ്വത്ത് പോലും ഇല്ല, എല്ലാ സ്വത്തും അവൻ്റെ മുത്തശ്ശൻ്റെ പേരിലാണ്, നിൻ്റെ പിന്നാലെ നടന്ന് അവൻ നിന്നെ പറ്റിക്കുകയാണെന്നൊക്കെ പറയും. നീ എന്നിട്ട് അവളുടെ അച്ഛൻ പറയണമെന്നൊന്നും വിശ്വസിക്കാത്ത സമയത്ത്
അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് പറയും, എനിക്കെന്നാ ഒരു കാര്യം പറയാണ്ട്, ഇത്ര നാളെ ഞാൻ നിൻ്റെ അടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചതാണെന്ന്. എന്നിട്ട് അയാൾ പറയും, പണ്ട് നീ അങ്ങനെ ഒരു പാർട്ടിയിൽ വെച്ച് മീറ്റ് ചെയ്തത് ഓർമ്മല്ലേ? ആ പാർട്ടിയിൽ ലിന്നും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് അവന് നീ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവളെ കാണാൻ വേണ്ടി അവൻ വൂഷിയിലേക്ക് വരുമ്പോഴാണ് അവന് ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്നൊക്കെ. അവനൊരു കോഴിയാണ്, അവൻ നിന്നെ പറ്റിക്കുന്നൊക്കെ അവളുടെ അച്ഛൻ അവളുടെ അടുത്ത് പറയുമ്പോൾ അവൾ അത് വിശ്വസിക്കാൻ പറ്റാതിരിക്കും. പിന്നീട് അവൾ എന്തായാലും അച്ഛൻ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. നേരെ പോവുക ലിനിൻ്റെ വീട്ടിലേക്കായിരിക്കും. അവിടെ പോയി അവൾ ഉള്ളിൽ കയറി സംസാരിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ച് കൺഫ്യൂഷനിൽ നടക്കുമായിരിക്കും. ലിനാണെങ്കിൽ ഉള്ളിൽ സോയാബീനൊക്കെ വെച്ച് എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവന് നല്ല വിഷമം ഉണ്ടാവും ആ സമയത്ത്, അവൻ്റെ കയ്യിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ അവൻ പുറത്ത് വന്ന് നോക്കുമ്പോൾ അവിടെ നീ നിൽക്കണ കാണാം. അപ്പോൾ അവൻ പുറത്ത് വന്നിട്ട് വേഗം അവളുടെ അടുത്ത്, നീ എന്താ ഇവിടെ നിൽക്കണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാറുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവൾ പറയും, എൻ്റെ അച്ഛൻ ഇന്ന് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞതെന്ന്. അപ്പോൾ ലിൻ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാനത് പറയട്ടെ എന്ന് ചോദിച്ചിട്ട് അവൾ പറയും, നീ മുന്നേ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇപ്പോഴുള്ള സ്ത്രീയുടെ മകളുമായിട്ട് ഡേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ അവൾ ചോദിക്കും. അപ്പോൾ ലിന്നിനും ആകെ കൺഫ്യൂഷൻ ആവും. അവനും നല്ല ഷോക്കാവും. അവൻ, നീ എന്താ ഈ പറയണ, അപ്പോൾ നീയല്ലേ അന്ന് എന്നെ ഡേറ്റിന് വിളിച്ചെന്ന് ചോദിക്കും. ലിന്നാണെങ്കിൽ നീ ഇത്രയും കാലം അവനെ മറന്നു പോയർക്കുക ഡേറ്റിന് വിളിച്ചത് എന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതുകൂടി കേൾക്കുമ്പോൾ അവന് നല്ല വിഷമാവും. അപ്പോൾ നീയല്ലേ അന്ന് എന്നെ ഡേറ്റിന് വിളിച്ചെന്ന് ചോദിച്ചിട്ട് ലിൻ നല്ല ടെൻഷനിലായിട്ടുണ്ടാവും. എന്നിട്ട് അവൻ കുറച്ച് അപ്പുറത്തേക്ക് നടന്നിട്ട് അവൻ്റെ ഫ്രണ്ടിനെ കോൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നീയും കൂട്ടിയിട്ട് അവൻ നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോവും. അവൻ്റെ മുഖത്തൊക്കെ അപ്പോൾ നല്ല ദേഷ്യമായിരിക്കും ഉണ്ടാവുക. ലിൻ മൊത്തം കൺട്രോളും പോയി നല്ല സ്പീഡിലായിരിക്കും ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടാവുക. അങ്ങനെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോൾ ഫ്രണ്ടിനെ കോൾ ചെയ്തിട്ട് വേഗം വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി നിൽക്കാൻ പറയും. എന്നിട്ട് അവൻ നല്ല ദേഷ്യത്തിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവും. എന്നിട്ട് 2 വർഷം മുന്നേ എന്താ നടന്നതെന്ന് നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ആകെ നിന്ന് വരയ്ക്കുന്നുണ്ടാവും. ഒപ്പം നീയെ കൂടി കാണുമ്പോൾ അവന് പേടിയാവും. നിങ്ങളെന്താ ഇപ്പോൾ ഒരുമിച്ച് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടാവും. അതൊന്നല്ല ഇപ്പോഴത്തെ കാര്യം, 2 വർഷം മുന്നേ നിനക്ക് എന്താ നടന്നതെന്ന് ഓർമ്മ ഉണ്ടോ? നീ എന്നെ പണ്ടൊരു പെൺകുട്ടി ഡേറ്റ് ചെയ്യാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചത് ഓർമ്മ ഉണ്ടോ? അന്ന് ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ ഷീയുടെ മകളാണെന്ന് പറഞ്ഞിട്ടാണ് നീ എന്നെ വിളിച്ചെന്നൊക്കെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഫ്രണ്ട്, ഇതൊക്കെ എങ്ങനെ ഞാൻ ഓർമ്മിച്ച് വെക്കാനോ, 2 വർഷം മുന്നത്തെ കാര്യമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ലിൻ പറയും, എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും പിന്നെ ഈ കഴിഞ്ഞ 2 വർഷം എൻ്റെ തലയിൽ ഇത് മാത്രമായിരുന്നു എന്ന്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട് അവൻ്റെ അടുത്തെല്ലാം തുറന്നു പറയും. എന്നിട്ട് അവൻ്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് ഫ്രണ്ട് പറയും, ഒരു പെൺകുട്ടി എന്നെ മിസ്റ്റർ ഷീയുടെ മകളാണെന്നും നിന്നെ മീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഞാനും അത് മിസ്റ്റർ ഷീയുടെ മകളാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് മിസ്റ്റർ ഷീയുടെ മകളല്ല എന്നുള്ള കാര്യം, നീയാണ് മിസ്റ്റർ ഷീയുടെ മകൾ എന്നുള്ള കാര്യം. നീയും ആകെ ഷോക്കായിട്ടുണ്ടാവും. അപ്പോൾ ലിൻ ഇത്രയും കാലം ഇതാണല്ലേ, ഓർമ്മയുണ്ടോ പഴയ കാര്യം എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൾ ആലോചിക്കും. അവളാണെന്ന് വിചാരിച്ച് ഡേറ്റിന് പോയിട്ടല്ലേ ലിന്നിന് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള കാര്യമൊക്കെ അവൾ ആലോചിക്കും. അവൾ അത് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവും. പിന്നീട് ലിന്നും നീയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ലിൻ അവളുടെ അടുത്ത് ഒന്നും മിണ്ടുന്നുണ്ടാവില്ല. അവൻ ആകെ വിഷമത്തിലായിരിക്കും ഉണ്ടാവുക. അവൻ്റെ മനസ്സിലാണെങ്കിൽ ഇത്രയും നാളും നീ അവനെ ഡേറ്റിന് വിളിച്ച കാര്യം മറന്നു പോയിരിക്കണം, എന്തെങ്കിലും ഓർമ്മ വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവൻ ഉണ്ടാവുക. അവൻ ഇത്ര നാൾ നീയെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ അവൻ വിചാരിക്കും. നീക്ക് ഇറങ്ങാറാവുമ്പോൾ അവൻ നീയുടെ അടുത്ത് സോറിയൊക്കെ പറയും. അപ്പോൾ നീ അതൊന്നും കുഴപ്പമില്ല എന്ന് അവൻ്റെ അടുത്ത് പറയും. നീയുടെ അടുത്ത് അവന് ഇഷ്ടമുണ്ട്, പക്ഷേ നീ ആദ്യമായിട്ട് അവനെ മീറ്റ് ചെയ്തത് ആ ഓഫീസിൽ വെച്ചിട്ടാണല്ലോ എന്ന് അറിയുമ്പോൾ അവന് നല്ല വിഷമം ഉണ്ടാവും. 2 ആൾക്കും പരസ്പരം ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2 ആളും ഒരു കൺഫ്യൂഷനിലാണ്ടാവുക, എല്ലാം ഒരു തെറ്റിദ്ധാരണയാണോ എന്ന് വിചാരിച്ചിട്ട്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.